ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഹോളിവുഡ് സിനിമയുടെ ഒരു റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് എ ക്ലാസിക്കൽ ഹൊറർ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ സിനിമയാണ്. ഇറ്റലിയിലാണ് ഈ സിനിമ റിലീസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അവിടുത്തെ ഒരു ഹോളിവുഡ് സിനിമയാണ് എ ക്ലാസിക് ഹൊറർ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു പടം. റോബർട്ടോ ഡി ഫെസോ, പോളോ സ്ട്രിപ്പോളി ഇവരൊക്കെ ചേർന്നാണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മെറ്റിൽഡ ലൂട്ടസാണ് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി വരുന്നത്. പിന്നെ ഒട്ടനവധി താരങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹോറർ ജോണറിലാണ് ഈ സിനിമ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ഹോറർ എഫക്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്കുള്ള ഒരു എഫക്റ്റും കാര്യങ്ങളൊന്നും ഈ പടത്തിലില്ല എന്നുള്ളതും അത് മാത്രമല്ല, ഒരു ഹോറർ സിനിമയെന്ന് പറയാൻ വേണ്ടി പോലും പറ്റത്തില്ല. ഇതൊരു വേറെ ലെവലൊരു ഹോറർ സിനിമയുടെ മൂഡിലേക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഹോറർ സിനിമയായിട്ട് അംഗീകരിക്കാൻ ഞാൻ പറ്റത്തില്ല. കാരണം വേറെ ഒരു 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 നെഗറ്റീവ് ഷെയ്ഡ് വില്ലനൊക്കെ ഉള്ള സംഭവം കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഹോറർ എഫക്റ്റ് കൊണ്ടുവന്നെങ്കിൽ പോലും അങ്ങോട്ട് ഏറ്റില്ലെന്നാണെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഈ സിനിമയുടെ ഒരു പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ലോജിക്കും ഇല്ലാത്ത കുറേ സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കണം. ലോജിക്ക് എന്നൊരു സാധനം തൊടാൻ വേണ്ടി പോലും പറ്റത്തില്ല ഇതിനകത്ത്. ഒട്ടും ലോജിക്കില്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ കൂടെയൊക്കെയാണ് സിനിമ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരാൾ ഒരു സിനിമ മേക്ക് ചെയ്യാൻ വേണ്ടി കുറേ സഹതാരങ്ങളെ കൊണ്ടുവന്ന റിയലിസ്റ്റിക് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് അതൊരു സിനിമയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതായത് റിയലിറ്റി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ ഉപദ്രവിച്ചിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ കൊന്ന് അതൊരു ചിത്രീകരിച്ച് അതൊരു സിനിമയാക്കാൻ വേണ്ടിയുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ താരങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ വെച്ചുള്ള അങ്ങനത്തെ ഒരു പടം. അതിൽ കുറച്ച് ഹോറർ എലമെൻറ്റും കാര്യങ്ങളൊക്കെ മിക്സാക്കി വെച്ചൊരു സംഭവം. എന്നെ അപേക്ഷിച്ച് ഈ സിനിമ ഒട്ടും അങ്ങോട്ട് വർക്കൗട്ട് ആയില്ല. ഈ ഹോളിവുഡ് സിനിമയുടെ കാറ്റഗറിയിൽ ഹോറർ സിനിമ നേരിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും ഒരു ഡിസാസ്റ്റർ മൂവായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളൊരു ഹോറർ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഹോറർ മാത്രമല്ല, അത് ഹോറർ എന്ന് വരുത്തി തീർത്തിട്ട് അതിനെ വേറെ രീതിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വല്ലാത്തൊരു തിരക്കഥയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ആംബിയൻസും പെർഫോമൻസും കാര്യങ്ങളൊക്കെ മാത്രം ചിലയിടങ്ങളിൽ ഗംഭീരമായിട്ട് വന്നു വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. മറ്റിൽഡ ലൂട്ടസ് എന്ന് പറഞ്ഞ ഈ ഒരു നായിക അത്യാവശ്യം ഒരു മാസും അല്ലെങ്കിൽ ഒരു എനർജി ലെവൽ പെർഫോമൻസ് ഇവിടെ കാണിച്ചു പറയാൻ വേണ്ടി പറ്റും. പിന്നെ സഹോദരങ്ങളായി വരുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്രയ്ക്കൊന്നും വന്നില്ല. പിന്നെ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഒരു ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ അതിനകത്ത് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഒട്ടും അങ്ങോട്ട് വർക്കൗട്ട് ആകാൻ വേണ്ടി തോന്നിയില്ല. ആ രീതിക്കുള്ള ഒരു സംഭവമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അത്രയ്ക്കങ്ങ് വർക്കൗട്ടായിട്ട് വന്നില്ല. അത് ഏറ്റവും മോശപ്പെട്ട ഒരു തിരക്കഥയും കാര്യങ്ങളും ട്വിസ്റ്റും എല്ലാം കൊണ്ടും വളരെ മോശമായിപ്പോയി. ചില ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ പോലും ആ ലെവലിൽ പിടിച്ചങ്ങ് പോരുന്നെങ്കിൽ പടത്തിൻ്റെ ഒരു ലെവൽ മാറിപ്പോയി. പക്ഷേ അവിടെ നിന്നൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇതൊരു സിനിമ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ക്രൈമാണെന്നൊക്കെ അറിയാൻ നേരത്താണ് ഏറ്റവും വലിയ ഒരു ദുരിതമായി പോയി. അതായത് ഇപ്പോൾ ഒരാൾക്കൊരു സിനിമ എടുക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി അത് തയ്യാറാക്കി സിനിമ എടുക്കും. ഇത് ഒരു റിയലിസ്റ്റിക് ആയിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരെ കൊന്നിട്ടും ഉപദ്രവിച്ചിട്ടും മാത്രം റെക്കോർഡ് ചെയ്ത് സിനിമയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ലോക്കെതിരുമാണ്. ഇവിടെ അംഗീകരിക്കപ്പെടുന്ന കാര്യമില്ല. ശിക്ഷ കിട്ടാൻ വേണ്ടി പോലും ചാൻസ് ഉള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. എന്തറിഞ്ഞിട്ടാണ് ഈ ഒരു റോബർട്ടോ ഡി ഫോസോയും പോളോ സ്ട്രിപ്പോളിയൊക്കെ ഈ തിരക്കഥയൊക്കെ എഴുതി വെച്ചതെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു കാര്യം വെച്ച് ഏറ്റവും ദുരന്തം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ഈ പടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും മോശമായ ഒരു സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളും. പിന്നെ പെർഫോമൻസിൽ അഭിനയിക്കുന്നവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു മോശം സ്ക്രിപ്റ്റ് വർക്ക് ആയിപ്പോയി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എന്നെ അപേക്ഷിച്ച് സിനിമ ഒരു ഡിസാസ്റ്റർ മൂവിയാണ്. എനിക്ക് അത്രയ്ക്കും കണക്ട് ചെയ്യാൻ വേണ്ടി ഒട്ടും പറ്റിയില്ല. 1 മണിക്കൂർ 35 മിനിറ്റുള്ള മാത്രമേ ലെങ്ത് ഉള്ളെങ്കിൽ പോലും അതൊരു തട്ടിക്കൂട്ടണക്കത്ത് എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ അവർ പറയാൻ വേണ്ടി ആഗ്രഹിച്ച ആദ്യത്തെ ഒരു സ്പേസ് കവർ ചെയ്ത് പോകുന്നെങ്കിൽ പടം വേറെ ലെവലെടുത്തിപ്പെടുമായിരുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ വേണ്ടിയുള്ളൂ. പിന്നെ ഇതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഒരു അതിശയങ്ങളൊക്കെ തോന്നുന്നൊരു കാര്യമാണ്. ഒരു സമയത്ത് ഇതിൽ കുറേ വില്ലന്മാർ ഒരിടത്തുനിന്ന് പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ ഇതിലെ മെയിൻ ഹീറോ വിളിക്കുമ്പോൾ പിന്നെ ഒരു മനുഷ്യന്മാരെ പോലെ വരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അവിടെ ഇത് പറയുന്നത് സിനിമയുടെ ഒരു മേക്കിംഗ് കാര്യം എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ സിനിമ മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു പുതിയ അറിവും കാര്യങ്ങളൊക്കെയാണ്. ഒരു സമയത്ത് അവർ ഭയങ്കര ഒരു വില്ലന്മാരെ പോലെ വരുന്നു. പിന്നെ അത് വിളിക്കുമ്പോൾ കയറി വരുന്നു. എല്ലാം കൊണ്ടൊരു കുഴഞ്ഞ ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിപ്പോൾ ഇത് വല്ലാത്തൊരു ശോകം പിടിച്ചൊരു ദുരന്തം പടം. അതുമാത്രമേ പറയാൻ പറ്റൂ. പിന്നെ കുറച്ച് എഫക്റ്റ് മൂഡിൽ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് ആ പ്രതീക്ഷകളെപ്പോലും തകർക്കുന്ന രീതിക്കായിപ്പോയി പിന്നത്തെ കാര്യങ്ങളൊക്കെ. ആ ഒരു കാര്യങ്ങളെ വെച്ച് എനിക്ക് ഇത്ര പറയാൻ പറ്റുള്ളൂ. എ ക്ലാസിക് ഹൊറർ സ്റ്റോറി എന്നൊരു ഇറ്റാലിയൻ സിനിമ ഒരു ഹൊറർ കാറ്റഗറി പോലും കൂട്ടാൻ വേണ്ടി പറ്റാത്തൊരു ദുരന്തം സിനിമയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി.
കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ചെടുത്തതെങ്കിൽ നല്ല ബെറ്ററായി പോനെ. പിന്നെ ഒരാൾ സിനിമ എടുക്കാൻ വേണ്ടി ചില ആൾക്കാരെ കൊല്ലുന്നു, ഉപദ്രവിക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നൊരു ലോജിക്കപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് എന്നെ പക്ഷേ ഒരു ദുരന്ത സിനിമയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രേ പറയാൻ വേണ്ടിയുള്ള ഈ ഒരു ക്ലാസിക്കൽ ഹൊറർ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമയെ പറ്റിയുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. സോ അത്രേ പറയാൻ വേണ്ടിയുള്ളൂ. നിങ്ങൾ ഈ സിനിമ കാണണമോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണണ്ട, അത് ഞാൻ മാത്രമേ പറയത്തുള്ളൂ. അത് നിങ്ങൾ ടൈം വേസ്റ്റ് ആയിപ്പോൾ അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഈ പടത്തിനകത്തില്ല. അത്ര കാര്യം മാത്രമേ പറയാൻ വേണ്ടുള്ളൂ. സോ ഇത്ര എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ നമ്മുടെ ഈ ഒരു ക്ലാസിക്കൽ ഹൊറർ സ്റ്റോറി എന്ന സിനിമയെ പറ്റി. സോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ റിവ്യൂവും കാര്യമായിട്ട് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.